പറയുന്നത്, ലോകത്തിന്റെ നേതാവിനോടാ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് വടി കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. വടി കയ്യിൽ പിടിച്ചിട്ട് ഉക്കാശ രണ്ടാമത്തെ ഡിമാൻഡ് പറയുകയാ, അങ്ങ് എന്നെ അടിക്കുന്ന സമയത്ത് എന്റെ ശരീരത്തിൽ സർട്ടില്ലായിരുന്നു നബിയേ. അതുകൊണ്ട് ഹബീബേ, അങ്ങയുടെ ശരീരത്തിലുള്ള സർട്ടൊന്ന് അയച്ചു വെച്ചിട്ട് എനിക്ക് പ്രതികാരം ചോദിക്കാനുള്ള അവസരം നൽകണം നബിയേ. ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ആലമീൻ കരുണക്കടലായ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും തന്നെ പറയാതെ പ്രതികാരത്തിനുള്ള പൂർണ്ണമായ അധികാരം കൊടുത്തിട്ട് തന്റെ സർട്ടങ്ങ് അയക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യമായ ശരീരം സൂര്യനെ നാണിപ്പിക്കുന്ന, 14 രാവിന്റെ പൂർണ്ണ ചന്ദ്രനെ നാണിപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ സൗന്ദര്യമുണ്ടായിരുന്ന മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യം കണ്ട് ശരീരങ്ങളെ മുറിച്ചു മാറ്റിയിട്ടുള്ള സുലൈഖയെ പോലെയുള്ള ആളുകളെ നാണിപ്പിക്കുന്ന രൂപത്തിന് അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ പ്രകാശിക്കുന്ന ആ ശരീരം അങ്ങ് കണ്ടപ്പോ നബിയുടെ പരിശുദ്ധമായ ശരീരത്തിലേക്ക് ചാടി വീഴുകയാ, ഉമ്മ വെക്കുകയാ. അല്ലാഹു റസൂലിനോട് പറയുന്നു, ഹബീബേ, അങ്ങയോട് ഞാൻ പ്രതികാരം ചോദിക്കുകയോ, അങ്ങയോട് ഞാൻ പ്രതികാരം ചോദിക്കുകയോ സംഭവിക്കൂല നബിയേ. അങ്ങയുടെ ഈ വെളുവെളുത്ത ശരീരത്തില്, അങ്ങയുടെ ശരീരത്തോടുകൂടെ എന്റെ ശരീരത്തെ ഒന്ന് സ്പർശിക്കണമെന്ന് എനിക്കൊരുപാട് കാലത്ത് അഭിലാഷമുണ്ടായിരുന്നു നബിയേ. അതൊന്ന് സാക്ഷാത്കരിക്കാൻ പല ചാൻസുകളും ഞാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല. ഈ സുവർണാവസരം അങ്ങയുടെ പരിശുദ്ധമായ പൊന്നാര ശരീരത്തിൽ എന്റെ ശരീരത്തെ ടച്ച് ചെയ്യിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലേ നരകത്തിൽ നിന്ന് എന്റെ ശരീരത്തെ മോചിപ്പിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടല്ലേ അങ്ങയുടെ ശരീരത്തോട് പ്രതികാരം ചോദിക്കണമെന്ന് ഉക്കാശ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ ശരീരം ടച്ച് ചെയ്യാൻ, അവിടുത്തെ ശരീരം കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച മഹാന്മാരൊക്കെ നാളെ സ്വർഗത്തിന് മുത്തുനബിയോടൊപ്പം വരുമ്പോ ഈ 2016 അവസാനത്തിലേക്ക് നീങ്ങുന്നവർ, റബീഉൽ അവ്വൽ മാസത്തിന്റെ അവസാനത്തിലേക്ക് നീങ്ങുന്ന നമ്മളോടായിട്ടൊന്ന് പറയണേ, അല്ലാഹുവിന്റെ റസൂലിനെ പരമാവധിയൊക്കെ ഇത്തിബാഇ ചെയ്യാൻ ഇൻഷാ അല്ലാഹ് ഞാൻ ശ്രമിക്കുന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.